മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ കടായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ എന്നുണ്ടെങ്കിൽ കറുവപ്പട്ട നേരിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ 3 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുകയാണ്, 2 ഏലക്ക, പിന്നെ 4 ഗ്രാമ്പു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പെരിഞ്ജീരകമാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് 3 എണ്ണം, അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അത് 2 നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. മീഡിയം സൈസുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, വെളുത്തുള്ളി ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള വെളുത്തുള്ളി 8 എണ്ണം, അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളിയുടെ അളവാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. ഇത് ഞാൻ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയത്, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് താഴേക്ക് ഇതാ കണ്ടോ പിടിച്ചു തുടങ്ങും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരല്പം വെള്ളമാണ്. കുറച്ച് മാത്രം വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്, ഒരു 1/4 കപ്പ് വെള്ളം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളിയാണ്. 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുന്നില്ല, ഇതുപോലെ തന്നെ തുറന്നു വെച്ചിട്ടാണ് വേവിക്കണത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ തുറന്നു വെച്ച് നമുക്കിതുപോലെ നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇതെല്ലാം മാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അത് മാത്രമല്ല ഇതിലത്തെ വെള്ളം ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്, കാരണം നമ്മളിതിന് ആവശ്യത്തിന് മുളകൊക്കെ മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ടാവും, അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല നല്ലൊരു കളറും കിട്ടും കറിക്ക്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി.
അതോടൊപ്പം തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പെരുംജീരകം ചതച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ പെരുംജീരകം ചതച്ചെടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടിയുടെയൊക്കെ പച്ച മണമൊന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം പോരാ, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൽ ഓരോ വര ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മുട്ട പൊടിയാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിക്കാം. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് സിമ്മിലിട്ട് വേവിച്ചുകൊണ്ട് കണ്ടോ, ഇതിൻ്റെ എണ്ണയൊക്കെ മുകളിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ വെള്ളം ആവശ്യത്തിന് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഇതിലത്തെ വെള്ളം വറ്റിച്ചിടുക. അപ്പോൾ ഞാൻ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഇതിലത്തെ വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ ഈ കൺസിസ്റ്റൻസി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുട്ടക്കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കണ്ടല്ലേ. അപ്പോൾ ഈ മുട്ട അങ്ങനെ തന്നെ ആഡ് ചെയ്യണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവേ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ടയിലേക്ക് കറിയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അങ്ങനെ തന്നെ മുട്ട ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറി മാറ്റാം.